സൈഡ് ബിസിനസ് ചെയ്യാം, പക്ഷെ അത് ബോധ്യപ്പെടുത്തുന്നതും ദുരൂഹതകളില്ലാത്തതുമാകണം. എവിടെ നിന്നാണ് തനിക്ക് അതിന് പണം കിട്ടിയത് എന്നുള്ളത് പറയണം. ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ, ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് കിട്ടി അത് പറയാൻ അയാൾ ബാധ്യസ്ഥനല്ലേ. 2021 47 ലക്ഷം രൂപ കടക്കാരനായിട്ടുള്ള ഒരാള് എങ്ങനെയാണ് എംഇയുടെ 2 ഔട്ട്ലെറ്റുകൾ, ഒന്ന് കൊപ്പത്തും ഒന്ന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലും ആരംഭിക്കുന്നത്? അതിനുള്ള പണം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന 5.25 ലക്ഷം രൂപ എന്ത് ജോലി എടുക്കുന്നതിനാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്? അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ജോലി എന്താണ്? അത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ? എന്താണ് അദ്ദേഹത്തിന് പറയാൻ ഇത്ര മടി? ഇപ്പൊ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് പറയാം, ഇതാ ഞാൻ ചെയ്ത ബിസിനസിന്റെ നേർരേഖ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് കാണിക്കാമല്ലോ. ദുരൂഹത മുറ്റി നിൽക്കുന്ന ബിസിനസ്സിൽ ഒരു പൊതുപ്രവർത്തകൻ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് കള്ളപ്പണം. അത് മുസ്ലിം ലീഗിൽ ഹലാലാണ്. കാരണം ചന്ദ്രികയാണ് 10 കോടി രൂപ ഫൈൻ അടച്ചത് കള്ളപ്പണ ആരോപണത്തിൽ ഇഡിക്ക്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയപ്പോ എവിടെയാണത് എത്തിയത്? അപ്പൊ അവർക്ക് ഇത് യാതൊരു പ്രശ്നവുമല്ല. കള്ളപ്പണം എന്ന് പറയുന്നത് അവർക്ക് ഹലാലാണ്. അപ്പൊ അദ്ദേഹത്തിന് ബിസിനസ് ഒക്കെ ചെയ്യാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന്, അതിൽ നിന്നൊക്കെ എത്ര ടേൺ ഓവർ കിട്ടുന്നു, അതൊക്കെ കാണിക്കണ്ടേ? ആകെ 3 ലക്ഷം രൂപയാണ് 2021 നോമിനേഷൻ പേപ്പറിൽ അദ്ദേഹം തന്റെ ഇൻകമായിട്ട്, ഒരു വർഷത്തെ ഇൻകമായിട്ട് പറയുന്നത്. ശരിക്കും അദ്ദേഹം 2020 വരെ 12-ാം മാസം വരെ 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ആളാ. എവിടെ? ദുബായില്. ഇവിടെ ഇരുന്നാണല്ലോ ജോലി. അപ്പൊ അവിടെ ശമ്പളം, അവിടെ നിന്നിട്ട് സ്വാഭാവികമായിട്ടും അത് എത്തുമല്ലോ. അതെങ്ങനെ എത്തുന്നു? പിന്നെ പി കെ ഫിറോസിന് ഇതൊന്നും ചെയ്യാൻ ഒരു മടിയില്ല. പി കെ ഫിറോസ് തുടങ്ങിയത് തന്നെ ഈ ഹുണ്ടി ഫോണ് അത് വിളിച്ചിട്ടാണ്. അതിന്റെ ഒരു ഷോപ്പ് കൊടുവള്ളിയിൽ ഇദ്ദേഹവും വേറൊരാളും കൂടി ഒരുമിച്ച് നടത്തിയിട്ടാണ് ഈ ധനസമ്പാദനം തുടങ്ങുന്നത്. സുഹൃത്തെ, അങ്ങനൊക്കെ പാടുണ്ടോ? യുവജന നേതാക്കൾക്ക് ആവാം, പക്ഷെ ഈ ഹുണ്ടി ഫോണൊക്കെ പിന്നെ അതിന്റെ ബിസിനസ് ഒക്കെ നടത്താൻ പാടുണ്ടോ? ഹുണ്ടി ഫോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പണ്ട് കാലത്ത് ഈ STD ബൂത്തുകള് പ്രചാരത്തിലിരുന്ന കാലത്ത് വലിയ പൈസ കൊടുക്കണം STD ബൂത്ത് പോയി ഫോൺ ചെയ്യുമ്പോൾ. അപ്പൊ കട്ട് ഫോൺ ചെയ്യും, അതിന് പകുതി പൈസ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ ഒരു 4-1 പൈസ കൊടുത്താൽ മതി. 4-1 പൈസ കൊടുത്താല് ഇവര് ഹാഫ് പൈസ വാങ്ങും, എന്നാലും ഹാഫ് ലാഭമാണ് ഈ വിളിക്കണവനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഹുണ്ടി ഫോണ് കൊടുവള്ളിയില് ആരംഭിച്ച് തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്. അപ്പൊ അത് എപ്പോഴും അത് ദുരൂഹമാണ്, അതിനൊന്നും ഒരു മടിയില്ല. അത് ശരി. അപ്പോ കമ്പനി ആ രാജ്യത്തെ വഞ്ചിക്കുകയാണല്ലോ ചെയ്യുന്നത്. UAE വഞ്ചിക്കല്ലേ ചെയ്യുന്നത്? ഒരു രാജ്യത്തുള്ള നിയമം ലംഘിക്കല്ലേ ചെയ്യുന്നത് കമ്പനി? ഇതൊന്നും അവിടെ പോയിട്ട് പറയാൻ നിൽക്കണ്ട. UAE പോയി പറഞ്ഞാല് എപ്പോ ഈ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നോക്കിയാൽ മതി. ആ കമ്പനിയുടെ ഉടമസ്ഥൻ 5.25 ലക്ഷം രൂപ ശമ്പളം പിന്നെ എന്തിനാ ചൊറുക്കിന് എഴുതുക? ഭംഗിക്ക് എഴുതണോ? ചൊറുക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആളുകൾക്ക് മനസ്സിലാവില്ല. ഭംഗിക്ക് എഴുതുകയാണോ? കൊടുക്കണ ശമ്പളം എഴുതിയ പോരെ? 5.25 ലക്ഷം എന്തിനാ എഴുതുന്നത്? 22,000 ദിർഹം എന്ന് എന്തിനാ എഴുതുന്നത്? ഒരിക്കലുമല്ല. മുസ്ലിം ലീഗിന്റെ നേതൃത്വം, തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന് മറുപടി പറയണം. യൂത്ത് ലീഗിന്റെ ഒരൊറ്റ ഭാരവാഹിയും സംസ്ഥാന ഭാരവാഹിയും ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടില്ല. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്താ ഒന്നും പറയാത്തത്? അദ്ദേഹത്തിന് പങ്കുള്ളതായിട്ട് എനിക്കറിയില്ല, ഞാനത് പറയൂല. അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ്, ഈസ് എ ജെന്റിൽമാൻ. അദ്ദേഹത്തിന്റെ കണ്ണ് വെട്ടിച്ച്
ഇവന്മാരെ പോലുള്ള ആളുകൾ നടത്തുന്ന തോന്നിവാസങ്ങളാണ് ഇതൊക്കെ. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ എന്താ നടത്താത്തത്? ഒരു പത്രസമ്മേളനം. സംസ്ഥാന ഭാരവാഹികൾ നടത്താത്തത് എന്താ? അഖിലേന്ത്യാ ഭാരവാഹിയാണ് സംസ്ഥാന ഭാരവാഹിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ നടത്തിയിട്ടുള്ളത്. ആ അഖിലേന്ത്യാ ഭാരവാഹിയുടെ സ്ഥിതി എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചികിത്സ നൽകണം എന്നാ പറഞ്ഞത്. എനിക്കല്ല സത്യത്തിൽ ചികിത്സ നൽകേണ്ടത്. TP അഷ്റഫ് അലിയുടെ ജ്യേഷ്ഠ സഹോദരൻ എടക്കരക്കാരൻ ഒരാളുണ്ട്, സലീം എടക്കര. അദ്ദേഹം മരിച്ച ഉസ്താദുമാരുടെ കുടുംബസഹായ ഫണ്ട് തട്ടി ലീഗ് നേതാവ് എന്ന പേരിൽ ഒരു വലിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പള്ളിക്കമ്മിറ്റിയുടെ പൈസയും മുക്കിയിട്ടുണ്ട്. അപ്പൊ TP അഷ്റഫ് അലിക്ക് മുക്കണ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ജ്യേഷ്ഠൻ തന്നെ അതൊക്കെ ചെയ്യുമ്പോ അറിയാലോ. വിജിലൻസ് കേസ് ഉണ്ട്, വെറുതെ അല്ല പറഞ്ഞത്. 2 ഫൈസിമാര് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ആ 2 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തി. എന്നിട്ട് ഇവര് ആ പിരിച്ചു കിട്ടിയ ഭീമമായിട്ടുള്ള തുക മഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിൽ നിക്ഷേപിച്ചു. നിക്ഷേപിക്കുന്ന സമയത്ത് ഈ കുടുംബത്തോട് പറഞ്ഞത് 6000 രൂപ മാസം മാസം നിങ്ങൾക്ക് കിട്ടും. പിന്നെ പെൺകുട്ടികളുടെ വിവാഹമാകുമ്പോ 44 പവൻ, അന്ന് എന്താണോ വില ആ വിലക്ക് നിങ്ങൾക്ക് സ്വർണം തരും. പെൺകുട്ടികളെ കെട്ടിക്കാനാണല്ലോ. അവസാനം എന്തായി? ഒരു 5-6 മാസം 6000 രൂപ കൊടുത്തു. പിന്നെ പൈസ ഇല്ല. ഇപ്പൊ ചെന്ന് ചോദിച്ചു നോക്കുമ്പോ 44 പവനും ഇല്ല, 6000 രൂപ ഇല്ല. ഇങ്ങനെ ആളുകളെ പറ്റിക്കുകയാണ്. ഒരു പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് ഈ തോന്നിവാസികൾ നടത്തുന്ന പകൽ കൊള്ള, ആ കൊള്ളക്കെതിരെയാണ് സത്യത്തിൽ ഒരു കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എത്രയോ പാവപ്പെട്ട ആളുകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അത് പെട്ടുപോകാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാന് MLA എന്നുള്ള നിലയിലല്ല ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. ഞാനിരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാള് ഈ പാർട്ടിയെയും സമുദായത്തെയും വിറ്റ് കാശാക്കുന്നതിൽ എനിക്ക് അമർഷമുണ്ട്. ലീഗിനോടുള്ള ലീഗ് നമ്മൾ ആദ്യം പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണല്ലോ. ലീഗ് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ലീഗ് പോലുള്ള ഒരു സംഘടന അങ്ങനെ തോന്നിവാസികളുടെയും തെമ്മാടികളുടെയും കൈകളിൽ അകപ്പെടാൻ വേണ്ടി പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം മറ്റുള്ള പാർട്ടികളൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ മുസ്ലിം ലീഗും പോകണം. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വെച്ച് പുലർത്തുന്നത് കൊണ്ട് എന്താ തെറ്റ്? നിയമ നടപടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ ആരാ നോട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നു, ഇത് ബന്ധപ്പെട്ട ആളുകൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ആര്? കള്ളപ്പണം പിടിക്കേണ്ട ആളുകൾ, അതിന് ബാധ്യതപ്പെട്ടവര്, അതിന് ബാധ്യതപ്പെട്ട ഏജൻസികള്, ഇങ്ങനെ ആളുകളെ വഞ്ചിച്ച് ജീവിക്കുന്ന ആളുകള്, അതിന് ബാധ്യതപ്പെട്ടവര്. അവര് ഈ പത്രങ്ങൾ നോക്കുമല്ലോ, അല്ലെങ്കിൽ ഈ പത്രസമ്മേളനങ്ങൾ കാണുമല്ലോ. നിയമ നടപടി അങ്ങനെ ഉണ്ടാകും. അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പലരായിട്ട്. ഞാനായിട്ടല്ല, ഞാൻ വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. വിജിലൻസിന് ഈ രേഖകളും കൂടി, പുതിയ രേഖകളും കൂടി കൈമാറും. ഓക്കെ. അല്ല, ഹവാല ഞാൻ പറഞ്ഞില്ലേ, ഹവാല ഫോണ് നടത്തിയിട്ടാണ് ഇദ്ദേഹം തന്റെ ബിസിനസ് ആരംഭിക്കുന്നത്. നിയമവിരുദ്ധമായി ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷനെ വഞ്ചിച്ചുകൊണ്ട്. രാജ്യദ്രോഹ പ്രവർത്തനല്ലേ അത്? ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷനെ വഞ്ചിച്ചുകൊണ്ട് അന്ന് കുണ്ടി ഫോണ് തന്റെ പാർട്ട്ണറുടെ, ഇപ്പത്തെ പോലെ തന്നെയാണ് അന്നും, സ്വന്തം പേരിലാവൂല, ഒക്കെ വേറെ ആൾക്കാരെ പേരിലാകും. അത് തന്നെയാണ് ബിനാമി എന്ന് പറയാം. കള്ളപ്പണ ഇടപാടെന്ന് പറയാൻ പഠിക്കുന്നത് അതെ. അല്ല, ഞാനിത് പറയണത് വരെ നിങ്ങൾ അറിഞ്ഞിരുന്നു? അല്ല, അങ്ങനല്ല.
സ്വന്തമായിട്ട് അല്ല, ഞാനിപ്പോ ഒരു സ്വന്തം സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫേസ്ബുക്കിലിടും. ഞാൻ സ്ഥിരമായിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലിടും. ഞാനിതാ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. അല്ല, അങ്ങനെയാണ് വേണ്ടത്. അത് സുതാര്യതയുടെ ഭാഗമാണ്. ഓ, അത് ശരി. അങ്ങനെ ഞാനിത് പറഞ്ഞതിന് ശേഷമാണ് മൂപ്പർക്ക് ഇത് തോന്നിയത് അല്ലെ, ബോധോദയം വന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടും. ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഇപ്പോ കോഴിക്കോട് ഹൈലൈറ്റ് മോളിലെ പിന്നെ എംഇയുടെ ഷോപ്പ് എന്റേതാണ്, മൂപ്പരതാനം സംബന്ധിച്ചു. എന്നാ മൂപ്പര പേരിലാണോ? ലൈസൻസി മൂപ്പരാണോ? അല്ല. കൊപ്പത്തെ ഷോപ്പ് ലൈസൻസി മൂപ്പരാണോ? അല്ല. എന്നിട്ട് മൂപ്പര് പറയുന്നു ഉണ്ട് എന്ന്. എങ്ങനെയുണ്ട്? വല്ല രേഖയുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്ട് ഈ ലൈസൻസിയും ഇദ്ദേഹവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോ യെസ്, എന്താണ്? അതെ ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് ബിനാമിന്ന്. എവിടെ പങ്കാളികൾ? എങ്ങനെ? അല്ല, കച്ചവട പങ്കാളികൾ ഇങ്ങനെ ഒരാൾക്ക് എത്ര ഉണ്ടാവും? ഇപ്പൊ ഇവിടെ പിന്നെ ഒരു കച്ചവട പങ്കാളി, പിന്നെ ഹൈലൈറ്റ് മോളിൽ വേറൊരു കച്ചവട പങ്കാളി, അതും കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ വേറൊരു പിന്നെ കച്ചവട പങ്കാളി, ഖത്തറിൽ വേറൊരു കച്ചവട പങ്കാളി. അങ്ങനെ എത്ര ബിസിനസ്സുകൾ. അമേരിക്കയിലും മൂപ്പർക്ക് ബിസിനസ് പങ്കാളി ഉണ്ടാവുമല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എനിക്ക് അമേരിക്കയിലും ജോബ് വിസ ഉണ്ട്. അതെനിക്ക് അറിയില്ലട്ടോ. യൂത്ത് കോൺഗ്രസിലും ഇതേമാതിരി ഒരു സംഘം ഉണ്ട്. അങ്ങനൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങളെ പോലെ തന്നെ അതിൽ ചോദിക്കുന്ന ആളെക്കാൾ ചോദിക്കപ്പെടുന്നവൻ അറിവുള്ളവനല്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഈ തലമുറയാണ് സത്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ശാപം ഇവരൊക്കെയാണ്. എന്നാ ഡിവൈഎഫ്ഐയിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റൂല്ലോ. SFI നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റൂല്ലോ. എന്താണ് ലീഗിലും കോൺഗ്രസിലും യൂത്ത് ലീഗിലും മാത്രം ഈ പ്രവണതകൾ കാണും? കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാരുണ്ട്, നല്ല മനുഷ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അതിലെനിക്ക് യാതൊരു സംശയവും. ലീഗിലുണ്ട്. പക്ഷേ ഇവരെ പോലെയുള്ള കച്ചവടക്കാരാണ് ആ പാർട്ടികളെ ഹൈജാക്ക് ചെയ്യുന്നത്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ള ആളുകളെ മുഴുവൻ ടാർണിഷ് ചെയ്യാണ്. ഇവരൊരു വാട്സപ്പ് ആർമി, ഒരു പട്ടാളത്തെ ഉണ്ടാക്കുകയാണ് ഇവര് സ്വന്തം പണത്തിന്റെ പിൻബലത്തിൽ. എന്നിട്ട് 50,000 ലൈക്ക്, 75,000 ലൈക്ക്. ഇതിലൊന്നും ഒന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 10 ലക്ഷത്തിലധികം അന്ന് ഫോളോവേഴ്സ് ഉണ്ട്. 10 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആളുമായിട്ടാണ് ഈ മത്സരിക്കുന്നത്. അത് ഈ ഓർക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. നമുക്ക് നോക്കാറുണ്ട്. ഇതെന്തുണ്ടായത്? ഇതൊക്കെ പൈസ കൊടുത്താൽ നടക്കും. ബൂസ്റ്റിംഗ് പൈസ കൊടുത്താൽ നടക്കൂലേ? എന്റെ ഓർഗാനിക്കാ. എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും. ഓർഗാനിക്കാണ് എന്റെ സൈറ്റ്, FB, അതുപോലെ തന്നെ എല്ലാം. എങ്ങനെ? അതെന്തിനാ? അത് മത്സരം. അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ, ശരി. അല്ല, മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയും. മുഖ്യമന്ത്രി എന്താണ് വിഡ്രോവൽ ഫോർ പെനട്രേഷൻ എന്ന് പറയാറില്ലേ? അല്ല, അങ്ങനെ ഉണ്ടാവും. ഒരു വിഡ്രോവൽ ഫോർ പെനട്രേഷനാണ്. മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയും. ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് അക്രമികൾക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാടാണ് CM എന്നും. ഓക്കെ, എന്താണ് കള്ളപ്പണ? PK ഫിറോസിന്റേത് കള്ളപ്പണ ഇടപാടാണ് എന്ന് അസന്നിഗ്ധമായി പറയുന്നത്. അല്ല, കള്ളപ്പണ ഇടപാടല്ലെങ്കിൽ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനാണ്. അദ്ദേഹം പറയണം, എനിക്ക് 5.25 ലക്ഷം രൂപ ഞാൻ മാസശമ്പളം വാങ്ങുന്നത് ഇന്ന ജോലി എടുത്തിട്ടാണ്. അല്ല, അത് അങ്ങനെ ആക്ഷേപമുണ്ട്, ആരോപണമുണ്ട്. അല്ല, ആക്ഷേപമല്ല, ആരോപണമാണ്. അല്ല, കൊലപാതകയല്ല. നിങ്ങൾ കൊലമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഈ പൊളിറ്റിക്കലായിട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ ഇത് ചെയ്യരുത്. അതും ഒരു കൊലപാതകത്തിന് തുല്യാണ് സത്യം.
അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം വന്ന വഴികൾ നോക്കുമ്പോ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, അതല്ല, ഇപ്പൊ ഇതൊക്കെ വിട്ടില്ലേ, ഈ തെളിവൊക്കെ വിട്ടില്ലേ, പിന്നെന്താ ഇല്ലീഗാലിറ്റിയാണ്? 5.25 ലക്ഷം. അല്ല, ബിസിനസ് തുടങ്ങാം. അതെ, ശരി. എവിടുന്നാണ് നിക്ഷേപം? അല്ല, എവിടെ നിന്നാണ് നിക്ഷേപം? നിക്ഷേപത്തിനുള്ള പണം എവിടെ? സീറോയിൽ നിന്ന് ഷെയർ കൂടാൻ പറ്റൂല. നിങ്ങളിങ്ങനെ തൊള്ളിയും പൊളന്നും കണ്ട് പിന്നെ ഏതെങ്കിലും ബിസിനസ്സുകാരുടെ അടുത്ത് ചെന്നാൽ നിങ്ങളെ ഷെയർ കൂട്ടുമോ അയാള്? എന്റെ അടുത്ത് ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഷെയർ കൂട്ടുമോ? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെച്ചു കൊടുക്കണം. ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന്? അത് കള്ളപ്പണമാണ്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനല്ല, കടക്കാരായിട്ട് ഭരിക്കണം എന്നല്ല, മാന്യമായിട്ട് അവനവന്റെ ഒരു ചെറിയ വരുമാനത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കണം. അല്ലാതെ അദാനിനെ പോലെ ജീവിക്കണം എന്ന് രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാർ ബിസിനസ് നടത്തുന്നത് ഒരിക്കലും മോശമല്ല. അതിന് നിക്ഷേപിക്കാനുള്ള പണം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത അവർക്കുണ്ട്.